ഇതാണ് റുബിക്സ് ക്യൂബ്. എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് സോൾവ് ചെയ്യുന്നതിന് ചില അൽഗോരിതങ്ങളുണ്ട്. അതറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ചില ട്രിക്കുകൾ ഉണ്ട്. അതറിയാമെങ്കിൽ നമുക്ക് എളുപ്പം ഇത് സോൾവ് ചെയ്യാം. നമ്മളിത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സോൾവ് ചെയ്യുന്നതിന് ആദ്യം ഏതെങ്കിലും ഒരു സെൻറ്റർ പീസ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊരു ക്രോസ് ഉണ്ടാക്കണം. നമുക്കിപ്പോൾ ആദ്യം ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കണം. നമുക്ക് ആദ്യം ഈ വൈറ്റ് സെലക്ട് ചെയ്ത് ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കണം. വൈറ്റ് ക്രോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് തൊട്ട് താഴെയുള്ള കോയിനും അലൈനായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് ഉണ്ടാക്കാം. ഈ വൈറ്റ് ക്രോസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇതേപോലെ സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ വൈറ്റ് ക്രോസ് ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഈ 4 കോർണർ റെഡിയാക്കാം. 4 കോർണർ റെഡിയാക്കുന്നതിന് വേണ്ടി നമുക്ക് ടോപ്പിൽ വെള്ളയുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ വെള്ള, ഇതിൻ്റെ സൈഡിൽ വന്നേക്കുന്ന നിറം ഏതാണെന്ന് നോക്കണം. സൈഡിൽ ഓറഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ അങ്ങോട്ട് അലൈൻ ചെയ്യണം. നമ്മുടെ നേരെ പിടിച്ച് ഓറഞ്ചിൻ്റെ അങ്ങോട്ട് വെച്ചിട്ട് നേരെ മുമ്പോട്ട് തിരിക്കുക, ഇടത്തോട്ട് തിരിക്കുക, ബാക്ക് തിരിക്കുക. അപ്പോൾ ആ ഓറഞ്ച് അവിടെ വരും. നമുക്കിത് ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ അടുത്ത കോയിൻ സെലക്ട് ചെയ്യുക. അടുത്ത ഒരു ഓറഞ്ച് ഇവിടെ ഉണ്ട്. ഓറഞ്ച് റെഡിയാണ്. പക്ഷേ നമ്മൾ ഈ നോക്കണം, ഈ സൈഡിലെ നിറവും കൂടെ നമ്മൾ നോക്കിയിരിക്കണം. വൈറ്റ് ഓറഞ്ച് മാത്രം വന്നാൽ പോരാ, ഈ സൈഡിൽ ബ്ലൂ ആണ്. അപ്പോൾ ഇത് ഇവിടെ വെക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഗ്രീൻ ഉള്ളത് വന്നാലേ നമുക്ക് വെക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത കോയിൻ നമുക്ക് നോക്കാം. അടുത്ത കോയിൻ ഇവിടെ ചെവിട്ടിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വെളിയിലോട്ട് വരാൻ വേണ്ടി അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോയിൻ വെളിയിലോട്ട് കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ ഒരു നീല കിട്ടിയിട്ടുണ്ട്. നീലയുടെ സൈഡിൽ ഇവിടെ ടോപ്പിൽ വന്നിരിക്കുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് അതേപോലെ ചെയ്യാം. അപ്പോൾ അതവിടെ ഇരിക്കും. അടുത്ത് ഗ്രീൻ ഇങ്ങനെ തിരിച്ചു നോക്കുക. ഗ്രീൻ റെഡിയാണ്. ഇവിടെ റെഡ് ഈ സൈഡിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ നേരെ പിടിക്കുക, മുമ്പോട്ട് തിരിക്കുക, ഇടത്തോട്ട് തിരിക്കുക, ബാക്ക് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് എളുപ്പമാണ് ചെയ്യാൻ. അടുത്ത കോയിൻ ഇവിടെ ബോട്ടത്തിൽ ഇരിക്കുകയാണ്. നമുക്കത് ടോപ്പിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ടോപ്പിൽ വരും. അടുത്ത് നമുക്ക് ഇത് ലെവലായിട്ട് അലൈൻ ചെയ്യണം. റെഡിൻ്റെ അടുത്ത് വെക്കാം. ഇതിവിടെ വെക്കാൻ ഒക്കത്തില്ല. നമുക്ക് വീണ്ടും അത് ഒന്നും കൂടെ ചെയ്യാം. ഇപ്പോൾ ലെവലായിട്ട് വന്നിട്ടുണ്ട്. റെഡ് ഈ സൈഡിലാണ്, ബ്ലൂ ഈ സൈഡിലാണ്. നമ്മുടെ നേരെ പിടിക്കണം. ലെവൽ ഈ നിറം ഒരേപോലെ ആക്കിയതിന് ശേഷം നേരെ പിടിച്ച് മുമ്പോട്ട് തിരിക്കുക, ഇടത്തോട്ട് തിരിക്കുക. അങ്ങനെ ആ ലൈൻ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്തത് വെക്കേണ്ടത് രണ്ടാമത്തെ ലൈനാണ്. ഈ രണ്ടാമത്തെ റെഡിയാക്കുന്നതിന് വളരെ എളുപ്പമാണ്. നമുക്കിവിടെ ഒരു ലൈൻ കൊണ്ടുവരണം. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ. ഇവിടെ ഇപ്പം ഓറഞ്ച് ലൈൻ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇത് തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ലൈൻ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഒരിക്കലും യെല്ലോ വരരുത്. യെല്ലോ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ടോപ്പിൽ യെല്ലോ വരരുത്. യെല്ലോ ഈ ടോപ്പിൽ വരാനുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും യെല്ലോ വരുന്നത് നമ്മൾ എടുക്കല്. ഇത് യെല്ലോ നമുക്ക് ഇവിടെ കൊണ്ടുവരാനുള്ളതാണ്. രണ്ടാമത്തെ ലൈൻ റെഡിയാക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓറഞ്ച് എടുക്കാം. ഓറഞ്ചിൻ്റെ സൈഡിൽ ഏത് നിറം നോക്കണം. ഒരു സൈഡിൽ ഗ്രീനാണ്. ഗ്രീൻ ഈ സൈഡിലാണോ ഈ സൈഡിലാണോ നോക്കണം. ഗ്രീൻ ഇപ്പോൾ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഈ ലൈൻ നേരെ വെച്ചതിന് ശേഷം ടോപ്പ് വലത്തോട്ട് തിരിക്കണം. എന്നിട്ട് റൈറ്റ് സൈഡ് മേലോട്ട് തിരിക്കണം. വീണ്ടും പഴയതുപോലെ ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ടോപ്പ് വീണ്ടും എങ്ങോട്ടാണോ വരേണ്ട ആ സൈഡിലോട്ട് തിരിക്കുക. ഈ സൈഡ് മേലോട്ട് പൊക്കുക, തിരിച്ച് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ ലൈൻ കറക്റ്റാവും. വീണ്ടും അടുത്ത ലൈൻ നമ്മൾ ഉണ്ടാക്കുക. യെല്ലോ ഇല്ലാത്ത ഒരു ലൈൻ നോക്കുക. ഇവിടെ ഇപ്പോൾ യെല്ലോ ഇല്ലാത്ത ഒരെണ്ണം ഉണ്ട്.
ബ്ലൂ ഉണ്ട്, ബ്ലൂവിൻ്റെ മേളിൽ റെഡ് ആണ്, റെഡ് ഈ ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഇത് മേലോട്ട് തിരിക്കുക. ഈ എവിടെയാണ് വരേണ്ടത് ആ സൈഡ് മേലോട്ട്. വീണ്ടും നമ്മൾ തിരിച്ചതെല്ലാം പഴയതുപോലെ വെക്കുക. എന്നിട്ട് ഈ ടോപ്പ് വീണ്ടും ഒന്നും കൂടെ എങ്ങോട്ടാണോ വരേണ്ടത് ആ സൈഡിലോട്ട് തിരിക്കുക, നമ്മുടെ ഈ സൈഡ് മേലോട്ട് തിരിക്കുക. എന്നിട്ട് ഇത് ബാക്കിലോട്ട് തിരിച്ച് അതേപോലെ വെക്കുക. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ രണ്ടാമത്തെ ലൈന് റെഡിയായി. ഇനി അടുത്ത ലൈൻ നോക്കുക. അടുത്ത യെല്ലോ ഇല്ലാത്ത അടുത്ത ഒരെണ്ണം എടുക്കുക. യെല്ലോ ഇല്ലാത്ത റെഡ് ഉണ്ട്, ഇതിൻ്റെ ടോപ്പിൽ യെല്ലോ ഇല്ല, ഒരു ലൈനുണ്ട്. ഇത് നമുക്ക് വരേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ വലത്തോട്ടിരിക്കുക. എങ്ങോട്ടാണോ വരേണ്ടത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഇതിപ്പോൾ ലൈൻ ഇവിടെ ഉണ്ട്, ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്, ഈ ഗ്രീൻ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് തിരിക്കണം. ഇത് നേരെ മേലോട്ട് തിരിക്കണം. എന്നിട്ട് ഇത് നേരെ പഴയതുപോലെ വെക്കുക. എന്നിട്ട് ടോപ്പ് വീണ്ടും അങ്ങോട്ട് തന്നെ തിരിക്കുക, ഇത് മേലോട്ട് തിരിക്കുക, ഇത് നേരെ പഴയതുപോലെ വെക്കുക. അപ്പോൾ ആ രണ്ടാമത്തെ ലൈൻ ഒരെണ്ണം കൂടെ നമുക്ക് ക്ലിയർ ആക്കാനുണ്ട്. ബാക്കിയെല്ലാം റെഡിയായി. അടുത്ത ബ്ലൂ വരേണ്ടത് റൈറ്റ് സൈഡിലാണ്, ഇതിൻ്റെ ടോപ്പിൽ ഓറഞ്ച് ഈ സൈഡിലാണ്. അപ്പോൾ നമുക്ക് റൈറ്റ് തിരിക്കുക, ഇത് മേളിൽ തിരിക്കുക, പഴയതുപോലെ വെക്കുക. അതിനുശേഷം ഇത് ഇങ്ങോട്ട് തന്നെ വീണ്ടും തിരിക്കുക, ഇത് മേലോട്ട് വെക്കുക, വീണ്ടും വെക്കുക, താത്ത് വെക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലൈന് നമുക്ക് ക്ലിയറായി. അടുത്ത നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ടോപ്പിൽ നമുക്കൊരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കിയത് പോലെ ഇവിടെ യെല്ലോ ക്രോസ് ഉണ്ടാക്കണം. യെല്ലോ ക്രോസ് ഉണ്ടാക്കാൻ നമുക്ക് മിക്കവാറും ഇങ്ങനെ അറിഞ്ഞായിരിക്കും, ചിലപ്പോൾ ഡോട്ടായിരിക്കും കിട്ടുന്നത്. ഡോട്ട് അപൂർവമായിട്ടേ കിട്ടത്തുള്ളൂ. നമുക്ക് ഇങ്ങനൊരു ഇതാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ കോർണർ കണ്ട് നോക്കണ്ട, ഇങ്ങനൊരു എല്ല് പോലെ ഇങ്ങോട്ട് ഈ എല്ല് തിരിച്ച് ഇങ്ങനല്ല, ഇങ്ങനെ എല്ല് ഇങ്ങനെ കിട്ടുന്ന എല്ല് നമ്മൾ ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മുടെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നമ്മുടെ നേരെ പിടിച്ചിട്ട് നമ്മൾ റൈറ്റ് തിരിക്കണം. റൈറ്റ് തിരിച്ച് ഇത് മേലോട്ട് തിരിക്കുക. അടുത്തത് ഇത് മേലോട്ട്, ഇത് നേരെ അങ്ങോട്ട് തിരിക്കുക, ഇത് തിരിച്ച് വെക്കുക. അതും തിരിച്ച് ബാക്ക് എടുത്തിട്ട് നേരെ വെക്കുക. അപ്പം നമുക്കൊരു ലൈൻ കിട്ടി. ഇങ്ങനെ ലൈനാ നിങ്ങൾക്ക് കിട്ടുന്നതിലും കുഴപ്പമില്ല. ഇതേ സെയിം തിരിപ്പ് തന്നെ നമ്മൾ ഒന്നുകൂടെ തിരിക്കുക, അതേപോലെ അങ്ങോട്ട് തിരിക്കുക, ഒന്നുകൂടെ തിരിക്കുക. അപ്പം നമുക്കൊരു ക്രോസ് കിട്ടും. ഇങ്ങനൊരു ക്രോസ് ഉണ്ടാകും. ഇവിടെയൊക്കെ വേറെ യെല്ലോ വന്നാലും പ്രശ്നമില്ല, ഇങ്ങനൊരു ക്രോസ് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ക്രോസ് കിട്ടിയിട്ടുണ്ട്. അടുത്ത നമുക്ക് റെഡിയാക്കുള്ളത് ഈ സൈഡുകളാണ്. ഈ സെൻട്രലിലെ പീസുകളാണ് നമുക്ക് റെഡിയാക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ സെൻട്രലിലെ പീസ് കിട്ടുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു 2 എണ്ണം റെഡിയായിട്ട് വരും. രണ്ടെണ്ണം എങ്ങനെയായാലും റെഡിയായിട്ട് വരും. റെഡിയായിട്ടില്ല ഇങ്ങനെ തിരിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്, ഇവിടെ റെഡിയായിട്ടുണ്ട്. എങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് പിടിക്കുക. ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് റൈറ്റ് അപ്പ് ബാക്ക്, റൈറ്റ് അപ്പ് റൈറ്റ് റിവേഴ്സ് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ആ കോയിൻ അതേപോലെ ഉണ്ടാവും, എല്ലാം ഒന്നും കൂടെ ഇളകിയിട്ടുണ്ടാവും. വീണ്ടും അതേ തിരിപ്പ് തിരിക്കുക. റൈറ്റ് അപ്പ് ബാക്ക്, റൈറ്റ് അപ്പ് ബാക്ക്. വീണ്ടും നമ്മൾ എന്താ ചെയ്യണ്ടേ, അടുത്ത ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് കോയിൻ ഇത് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആ കോയിനുണ്ട്, മറ്റേത് വന്നിട്ടില്ല. നമ്മൾ ഇവിടുത്തത് 2 എണ്ണം നമുക്ക് മേളിൽ കയറി വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് അപ്പ്, ലെഫ്റ്റ് ബാക്ക്, ഈ സൈഡും ബാക്ക്. വീണ്ടും അതേപോലെ തിരിക്കുക. റൈറ്റ് ബാക്ക് അപ്പ് റൈറ്റ് ബാക്ക്, ഇതും ബാക്ക് വെക്കുക. അടുത്തത് നമുക്ക് ഈ നിറം റെഡിയാവുന്ന വരെ നമുക്ക് അതേപോലെ തിരിക്കണം. റൈറ്റ് അപ്പ് തിരിക്കുക, റിവേഴ്സ് വെക്കുക, റൈറ്റ് തിരിക്കുക, വീണ്ടും അപ്പ് തിരിക്കുക, 2 വട്ടം മേളിൽ തിരിക്കുക, ബാക്ക് എടുക്കുക. വീണ്ടും അതേപോലെ ചെയ്യുക. റൈറ്റ് തിരിക്കുക, അപ്പ് ബാക്ക്, റൈറ്റ് അപ്പ്, 2 വട്ടം റൈറ്റ് ബാക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ
ഗ്രീൻ റെഡി ആയിട്ടുണ്ട്, റെഡ് റെഡി ആയിട്ടുണ്ട്, ബ്ലൂ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ റെഡിയാക്കേണ്ടത് ഈ കോർണർ പീസുകളാണ്. ഈ കോർണർ ഇവിടെ തന്നെയാണ്, ഈ കോർണർ ഇവിടുത്തെയാണ്. ഈ കോർണർ നമുക്ക് ഇങ്ങനെ നിറം 3 നിറം, ഇതിപ്പോൾ റെഡ്, ഗ്രീൻ, യെല്ലോ, ഈ 3 നിറം ഇങ്ങനെ കിട്ടിയാലും മതി. റെഡ് ഇതിനകത്തുണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇങ്ങനെ റെഡ് കിട്ടിയാലും മതി. ഇത് ഗ്രീന്, റെഡ്, യെല്ലോ, ഇത് ഇവിടുത്തെ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ തന്നെ നിറം കിട്ടിയാലും കുഴപ്പമില്ല, ഇങ്ങനെ കിട്ടിയില്ലേലും കുഴപ്പമില്ല. കിട്ടിയില്ലേലും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അടുത്തത് നമ്മളിത് റെഡിയാക്കേണ്ടത്, നേരെ ബാക്ക് എടുക്കുക. നമ്മൾ നേരെ നമുക്ക് ഏത് നിറമാണോ, ഏത് സൈഡിലാണോ, ഇതല്ല വരേണ്ടത്, ഇത് ഇവിടുത്തെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ നിറമാണ് റെഡിയാക്കേണ്ടത്. അതിനുവേണ്ടി നേരെ നമ്മൾ നേരെ പിടിച്ച് ബാക്ക് എടുക്കുക, ലെഫ്റ്റ് തിരിക്കുക, റൈറ്റ് തിരിക്കുക, ഇവിടെ റൈറ്റ് തിരിക്കുക, വീണ്ടും ബാക്ക് എടുക്കുക, റൈറ്റ് തിരിക്കുക, ലെഫ്റ്റ് തിരിക്കുക, അപ്പ് തിരിക്കുക, റൈറ്റ് തിരിക്കുക. ഇവിടെ മേളിൽ ക്ലിയർ ആവുന്നവരെ നമ്മളങ്ങനെ ചെയ്യണം. ബാക്ക്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, വീണ്ടും ബാക്ക്, ലെഫ്റ്റ്, അപ്പ്, ഇവിടെ റൈറ്റ്. ഇത് മറന്നു പോവില്ല. ഇതിവിടെ ഇപ്പോൾ ഈ കോയിൻ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിങ്ങനെ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചു വെക്കാം. എന്നിട്ട് ഇതാണ് റെഡിയാക്കാനുള്ളത്. ഇത് ബാക്ക്, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ബാക്ക്, അപ്പ്. ഇതിപ്പോൾ ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ചെയ്യുന്നതിന്. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുന്നതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ് ബൈ.